നിങ്ങൾ വീക്കെൻഡ് പാർട്ടികൾ എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആളാണോ? അതായത് ഈ വീക്കിൽ നമ്മുടെ വീട്ടിൽ പാർട്ടി, അടുത്ത വീക്കിൽ അവൻ്റെ വീട്ടിൽ പാർട്ടി. ഏതെങ്കിലും വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരുടെ കൊച്ചുങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അതിൽ ആ കൊച്ചുങ്ങൾ എന്തെങ്കിലും സിഗ്നിഫിക്കൻറ്റ് പരീക്ഷ എഴുതുന്ന ഏജിൽ ഗ്രൂപ്പിലുള്ള പിള്ളേരാണോ? എത്ര പേർക്കറിയാം നിങ്ങളുടെ കൂട്ടുകാരുടെ മക്കൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന്? നിങ്ങളുടെ പ്രയോറിറ്റി അല്ല, ഓഫ് കോഴ്സ് നിങ്ങളുടെ കാര്യമല്ലത്. പക്ഷെ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഏതെങ്കിലും വീട്ടിലോട്ട് ഇടിച്ചു കയറി പാർട്ടി എന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പോഴത്തേനും അവരുടെ ആസ്പെക്റ്റിലൂടെ ചിന്തിക്കണം. അവരുടെ പിള്ളേരുടെ പരീക്ഷയുള്ള സമയമാണോ? അതായത് അഡൾട്ട് ആൾക്കാർ ഏകദേശം ഒരേ സെയിം ഏജിലുള്ളവരായിരിക്കും. പക്ഷെ അതിൽ കുഞ്ഞുങ്ങളുള്ളവരുണ്ടാവും, കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ടാവും, കൊച്ചു പിള്ളേരുള്ളവരുണ്ടാവും, മുതിർന്ന പിള്ളേരുള്ള പേരൻസ് ഉണ്ടാവും. അപ്പോൾ എപ്പോഴും പല ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. നിങ്ങളെപ്പോഴും വേറൊരു വീട്ടിലോട്ട് പാർട്ടി എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് ചെല്ലുമ്പോൾ ആലോചിക്കണം, അവരെ നിങ്ങളെ റിസീവ് ചെയ്യാൻ കംപ്ലീറ്റ്ലി റെഡിയാണോ, അല്ലെ അവർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണോ ഇത് എന്ന് ചിന്തിക്കാനായിട്ടുള്ള. ഒരു 10 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴത്തേന് ഇന്ന് പാർട്ടി കൂടിയ പലരും നമ്മുടെ കൂടെ ആ 10 വർഷം കഴിയുമ്പോൾ കാണുന്നില്ല.